ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീനൂസ് പാചകശാല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടും കമൻസൊക്കെ കണ്ടിട്ട് കുറേ കാലമായി നിങ്ങളെന്നെ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. നമ്മളിന്ന് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചു. അതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. 1 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 1/2 ടീസ്പൂണ്, 1/2 കിലോനാണെങ്കിൽ 1/4 ടീസ്പൂൺ. അങ്ങനെ നിങ്ങൾ എത്രയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതേപോലെ ഒരു ഹാഫ് ലെമണിൻ്റെ നീരും പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട്, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണ്, പക്ഷേ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും. നമുക്ക് ആവശ്യത്തിന് ബട്ടർ ചിക്കൻ ആണല്ലോ, സോ നമുക്ക് ബട്ടർ തന്നെ വേണം. ബട്ടർ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ഓയിൽ ഒഴിച്ചാലും മതി. ഓയിലും ഇതേ ടേസ്റ്റോട് കൂടി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ആ ബട്ടറിൽ അത്രയും ഇതായിട്ട് കിട്ടില്ല എന്ന് മാത്രം. നമ്മൾ ഇതിലോട്ട് ചിക്കന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താ പറയുക, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. കറിയുടെ കളർ ചേഞ്ച് വരും. നമുക്കൊരു ഓറഞ്ച് കളറോട് കൂടിയിട്ടാണല്ലോ നമുക്ക് ബട്ടർ ചിക്കൻ എപ്പോഴും കടയിൽ നിന്നൊക്കെ കിട്ടുക. സോ അങ്ങനെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ക്രീം മാത്രമേ എനിക്ക് തോന്നുന്നു പുറത്ത് മേടിക്കേണ്ടേ ഉള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും ഈ വിപ്പിംഗ് ക്രീമും ഒക്കെ സുലഭമായിട്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ച് അതേ പാനിലോട്ട് ഒരിച്ചിരി ബട്ടറും കൂടെ ഇട്ടിട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതിലോട്ട് ചോപ്പ് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ചോപ്പറിലോട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ വേഗം ഇങ്ങനെ സോഫ്റ്റായി കിട്ടും കേട്ടോ. എണ്ണയിലിടുമ്പോഴത്തേന് സോഫ്റ്റായി കിട്ടും. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടുന്നത് തക്കാളിയാണ്. 1 കിലോ ചിക്കൻ എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ബട്ടർ ചിക്കൻ ചെയ്യാൻ 1 കിലോ ചിക്കൻ എടുക്കുവാണെങ്കിൽ 4 തക്കാളി എന്നാണ് റേഷ്യോ. പക്ഷേ ഞാൻ ഇതിൽ 3 മീഡിയം സൈസ് തക്കാളിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഓക്കെ. ഇനി പിന്നെ കസ്തൂരി മേത്തി പറയില്ലേ, കസ്തൂരി മേത്തി എന്ന് പറയുന്നത് നമ്മളെ ഈ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇനി ഇല്ലാച്ചാൽ നിങ്ങളിപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഉലുവ ചീര വളർത്താത്തവരില്ല അല്ലേ, അതിൻ്റെ ലീഫൊന്ന് കട്ട് ചെയ്തിട്ട് ഉണക്കിയെടുത്താലും മതിയാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ടില്ലേ കാഷ്യൂ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കാണുന്നില്ല, അത് കാരണമാണ്. 1 കപ്പ് കാഷ്യൂനട്ട്, അതായത് നമ്മുടെ കശുവണ്ടി പരിപ്പ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. പിന്നെന്താ പറയുക, നമ്മുടെ കടലപ്പരിപ്പില്ലേ, പൊട്ടുകടല, അത് ആഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തിക്നെസ്സിന് വേണ്ടി. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ. ഇത് നിങ്ങൾ ചിക്കൻ പുരട്ടുന്ന സമയമില്ലേ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും അതിൽ പിടിച്ചോളും. ഞാൻ അപ്പോൾ ആഡ് ചെയ്യാൻ മറന്നു. ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി. അത് ഒരു ടേസ്റ്റിനും കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, 1 കപ്പ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചുവ വരും. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണമല്ലോ. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് കട്ടി പോലെ വരും. അപ്പോൾ ആ നേരത്ത് വെള്ളം ചേർക്കുമ്പോൾ നമുക്കെന്താ പറയുക, വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. അപ്പോൾ അതിലും നല്ലത് എന്ത് ചെയ്യാൻ, നേരത്തെ കാലത്തെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം ഞാനത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം. അത് ചൂടോടുക്കനെ കൂടി നിങ്ങൾ ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. അതിന് ശേഷം ഞാൻ ആ ഫ്രൈ പാൻ തന്നെ കഴുകി അതിലോട്ട് ഒരിച്ചിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ.
ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു ടേസ്റ്റ് ആ ഒരു ബട്ടർ ചിക്കൻ ആണല്ലോ, ഒരു ഇച്ചിരി ബട്ടർ മുന്നിട്ട് നിൽക്കണം, ആ ഒരു ടേസ്റ്റ്. അതിനായിട്ട് ഞാൻ ഇച്ചിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത കാരണം ഇതൊന്നും അരിച്ചെടുത്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇതിൽ നിങ്ങൾക്കൊരു കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരരിപ്പയിൽ വെച്ച് അരച്ചെടുക്കുക. എന്നിട്ട് ആ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതിൽ വരുന്ന സെഡിമെൻ്റ് അതൊന്നും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അരച്ചെടുത്ത ആ പേസ്റ്റ് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തിള വന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് വെട്ടിങ്ങനെ തിളക്കൊന്നും വേണ്ട. ഇതേപോലെ തിള വരുമ്പോൾ ഒന്ന് ഇതിലോട്ട് ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം, വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചിക്കൻ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. എന്താ വെച്ചാൽ ഈ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, ഇച്ചിരി വേവ് ബാക്കി ഉണ്ടാവും. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ടാണ് ഒരു ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഫ്രഷ് ക്രീം ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് മധുരം ഇല്ലാത്തതുകൊണ്ട്, മധുരമുള്ള ടൈപ്പാണെങ്കിൽ നിങ്ങൾ പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട. ഇത് മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആ വിപ്പിംഗ് ക്രീം മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഓൾറെഡി വിപ്പിംഗ് ക്രീമിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ. ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വാങ്ങി വെച്ചതിൻ്റെ ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ. ഈ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അത് ഓഫ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കസ്തൂരി മേത്തിയുടെ ഒരു ലീഫില്ല, അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വെതറി കൊടുക്കുക. ഇപ്പോഴത്തെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ ബട്ടർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അത്രയും ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിനുണ്ട്. പിന്നെ നിങ്ങൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രഷ് ക്രീമിനേക്കാളും ടേസ്റ്റ് വരുന്നത് വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് കേക്കിന് ഉപയോഗിക്കുന്നതല്ല, ഇതിലുപയോഗിക്കാൻ പാടുണ്ടോ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് വരുന്നത് വിപ്പിംഗ് ക്രീമാണ്. അതിനുശേഷം ഞാനൊരു കഷ്ണം ബട്ടറും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുത്തു. അതിങ്ങനെ മെൽട്ടായി വന്നു. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.